എനിക്ക് ജീവിക്കണ്ട. ഞാൻ ഈ വീട്ടിൽ ഇനി കഴിയത്തില്ല. ഞാൻ ചാവും. ഇങ്ങനെ നാണം കെട്ട ആൾക്കാർ താമസിക്കരുത്. ഞാൻ എങ്ങനെ ജീവിക്കാനാ? ഞാൻ ചാവും. ആകെ കൂടെ ഉള്ള അഭിമാനമായിരുന്നു, അത് പോയി. ആനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? എവിടെ എന്നെ നോക്കുന്നേ? എവിടെ കാണാനില്ലല്ലോ. അതെവിടെ? എവിടെ? നീ എന്നതാ ഈ പറയുന്നേ? ഞാൻ ചാവും, നോക്കിയോ. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്ന ആൾക്കാരോട് ഞാൻ എങ്ങനെ താമസിക്കാനാ? എല്ലാം അവസാനിപ്പിക്കും ഞാൻ. എന്നൊക്കെ പറയുന്നേ? എവിടെ കാണാനില്ലല്ലോ അത്. എന്നെ ഈ പറയുന്നേ? അതുമല്ല, എവിടെ അത്? ആനി കാണാനുമില്ലല്ലോ. എടി നീ എന്താ നോക്കുന്നത്? എനിക്ക് ചാവണം. നീ ആസിഡാണോ നോക്കുന്നത്? ഞാൻ എടുത്തു തരാം. എടി എന്നാ വെള്ളം ചേർക്കാത്ത കുടിച്ചോ. വെള്ളം ഒഴിക്കാത്ത നല്ല ആസിഡാ. ഉരുകി അങ്ങ് പൊയ്ക്കോളൂ. കുടിക്കടി. ബാക്കിയുള്ളതേ ആ ഡബിന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് ഒഴിച്ചുകൂടെ. പക്ഷേ ആ പൊടിക്കൊച്ചിനെങ്കിൽ തന്നേക്കണം. ഞങ്ങൾ വളർത്തിക്കോളാം. ഞാൻ കെട്ടിയനെ വിളിച്ചേ അങ്ങ് താഴെ അറ്റത്ത്, ആ പറമ്പിന്റെ അങ്ങേ അറ്റത്ത്, താഴെ അറ്റത്ത് വരുന്നു കുടിച്ചു. എന്നാ കുടിക്കടി. എന്നാ കുടിക്കേ. എന്തേ വേണ്ടേ? ബാക്കി എന്താ വന്നാലും ഞാൻ നോക്കിയോളാം. എന്നാ പിടിക്കടി. എന്നാ പോടി. കൊച്ചപ്പ നിർത്ത്. കൊച്ചപ്പ നാടി പിടിക്കടി. അയ്യോ വയ്യേ, എനിക്ക് ജീവിക്കണ്ടേ. എങ്ങനെ ജീവിക്കാനാ? നാട് മുഴുവൻ ആണുങ്ങളോട് പുറത്തോട്ട് കോടതി വിധി കൊണ്ട് വന്നേക്കുന്നു. എനിക്കിനി ജീവിക്കണ്ട. എന്റെ കർത്താവ്, ഇനി ജീവിക്കില്ല. ഞാൻ പോവോ? ഞാൻ ചാവും, നോക്കും. ഞാൻ പോവും. എനിക്ക് ജീവിക്കണ്ട. ചാവാൻ പോവാ. ഇല്ല വീട്ടിൽ ഞാൻ ചാവാൻ പോണോ? എനിക്കിനി ജീവിക്കണ്ട. എന്റെ കർത്താവ്, ഞാൻ പോവോ? ഞാൻ പോവോ? നോക്കും. ഞാൻ ചാവാൻ പോവാ. അടവാ മോളെ, ഇതൊക്കെ നാടകമാ. നമ്മൾ എത്ര കണ്ടതാ ഇതെല്ലാം. വേണമെങ്കിലേ പഠിപ്പിച്ചു കൊടുക്കാം ഒരു ചവിട്ട് നാടകം കൂടെ. വിട്ടേരതൊക്കെ. കൊച്ചമ്മളോടൊന്നും പറയണ്ട. അവരവിടെ നിന്നോട്ടെന്ന്. നമ്മളായിട്ട് അവരൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. കൊച്ചപ്പ എന്നൊക്കെ പറഞ്ഞാലും അവൾ ഇപ്പോഴും എന്റെ കൊച്ചരിയത്ത് തന്നെയാ. അവൾ എന്നെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ സഹിച്ചോളാം. ഇനി എന്നെ വേണമെങ്കിലും പറഞ്ഞോട്ടെ. വിട്ടരത്. ഇത്രയും വലിയ ഇഷ്യൂ ആയ മരട് ഫ്ലാറ്റ് കേസും തുടങ്ങിയത് ഇങ്ങനെയൊക്കെയാ. പക്ഷെ അത് വന്നു നിൽക്കുന്ന സ്ഥലം കണ്ടോ? 350 കുടുംബങ്ങളാ പെട്ടത്. ഇതവിടെയും തീരില്ല. അന്വേഷണം അടിയിലോട്ട് ചെന്നാല് തൻ്റെ മദറിലോ 10-25 വർഷം ജയിലിൽ കഴിയേണ്ടി വരും. പിന്നെ അതേ ഇയാളും. പിന്നെ ഉണ്ട് 1-2 പേര്. ഒതുക്കി വെച്ച ഒരു മർഡർ കേസ് വരെ ഇതിലുണ്ട്. ആണോ അമ്മേ?